കെ ബി ഗണേഷ് കുമാറിനോടുള്ള പ്രത്യക്ഷത്തിലുള്ള ചോദ്യം അദ്ദേഹം മറുപടി പറഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ധാരാളം പ്രണയങ്ങളുണ്ട് എന്ന്. അദ്ദേഹത്തിന് എത്ര പ്രണയങ്ങൾ ഉണ്ടാകുന്നു എന്നും നമ്മുടെ വിഷയമല്ല. ഞാൻ സാധാരണ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നുകയറ്റം ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടില്ലാത്ത ഒരാളാണ്. അതെല്ലാം പോകട്ടെ, അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ശ്രീ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പ്രണയത്തെ അങ്ങനെ നിൽക്കട്ടെ, നമുക്ക് അതിനകത്തൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. പക്ഷേ അതേ KSRTC മന്ത്രിയല്ലേ, അല്ലാതെ KSRTC ബസ്സൊന്നും അല്ലോ കൈ കാണിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ആളുകളെ വിളിച്ച് കയറ്റാനായിട്ട്. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഞാൻ പ്രണയമാണെന്ന് പറയുമ്പോഴും അന്നുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി എത്ര പ്രണയമാണ് എന്ന് പറഞ്ഞാലും അത് അനുവദിക്കപ്പെടാത്ത രീതിയിലുള്ളൊരു നിയമവിരുദ്ധ പ്രവൃത്തി അന്നുണ്ടായിട്ടുണ്ടോ? അദ്ദേഹം മറുപടി പറയട്ടെ. ഒന്ന്, അന്നത്തെ ദിവസം നടന്ന സംഭവ വികാസങ്ങളിൽ അദ്ദേഹം ഇനി എന്ത് പ്രണയമാണെന്ന് പറഞ്ഞാലും ഈ രാജ്യത്തിൻ്റെ ഒരു നിയമത്തിൻ്റെയും പരിരക്ഷ ലഭിക്കാത്ത ഒരു ഗുരുതരമായ ക്രൈം ശ്രീ കെ ബി ഗണേഷ് കുമാർ നടത്തിയിട്ടുണ്ടോ? ഒന്ന്. രണ്ട്, അദ്ദേഹം ചൂഷണം ചെയ്ത മനുഷ്യന്മാരിൽ നമ്മളെല്ലാവരും വളരെ വിശ്വാസത്തോടു കൂടി കാണുന്ന ഏതെങ്കിലും ഒരു ബിംബത്തെ അദ്ദേഹം ചൂഷണം ചെയ്തിട്ടുണ്ടോ? ചോദ്യം നമ്പർ 2. നമ്മളെല്ലാവരും വിശ്വാസത്തോടു കൂടി കാണുന്ന ഏതെങ്കിലും ബിംബത്തെ അദ്ദേഹം ചൂഷണം ചെയ്തിട്ടുണ്ടോ? 2. ഇനിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിരിക്കുന്ന, ഇതൊന്നും പബ്ലിക് ഡൊമൈനിലേക്ക് എത്തിയിട്ടില്ലാത്ത കാര്യങ്ങൾ, പബ്ലിക് ഡൊമൈനിൽ എത്തിയൊരു വിഷയമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മന്ത്രിയുടെ സ്റ്റാഫുകൾ കയ്യേറ്റം ചെയ്തു. അപ്പോൾ അത് അട്രോസിറ്റി അഗൻസ്റ്റ് വിമൻ അല്ലേ? ഈ നാട്ടിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വല്ലാതെ വെമ്പൽ കൊള്ളുന്നൊരു സർക്കാർ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ട ഒരു അതിജീവിതയെ വെച്ചിട്ട് പരസ്യം ചെയ്യുകയാണ്. അതിജീവിതകളെ പിന്നെയും ചൂഷണം ചെയ്യുന്നൊരു സർക്കാർ. കഴിഞ്ഞ ദിവസമാണ് ഒരു അതിജീവിതയെ വെച്ചിട്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മൃഗീയമായ മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു പരസ്യം നമ്മൾ കണ്ടു. അങ്ങനെ ചെയ്യുന്നൊരു സംസ്ഥാന സർക്കാർ ഒരു മന്ത്രിയുടെ ഭാര്യയെ മന്ത്രിയുടെ സ്റ്റാഫുകൾ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്ത് നിയമ നടപടികൾ സ്വീകരിച്ചു? ഇത്രയും കാര്യങ്ങൾക്ക് ശ്രീ കെ ബി ഗണേഷ് കുമാർ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ബാക്കി പറയാം.